ഡോക്ടർ ജി ഗോപകുമാർ, കേരള കോൺഗ്രസ് ഏത് നിലയ്ക്കാണോ ഒരു തീരുമാനമെടുക്കുന്നത് ആ തീരുമാനത്തെ അനുകൂലിക്കും എല്ലാ MLA-മാരും, 5 MLA-മാരും എന്ന് ജോസ് കെ മാണി ഇന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്നലെ വന്ന വാർത്ത 2 MLA-മാർ, അതായത് മന്ത്രി റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും LDF-ൽ നിൽക്കണമെന്നും ബാക്കി 3 MLA-മാർ UDF-ൽ പോകണമെന്നുമുള്ള നിലപാടിലാണ് എന്നുള്ളതായിരുന്നു. അഥവാ ഒരു തീരുമാനം അങ്ങനെ എടുത്താൽ പിളർപ്പുണ്ടാകുമെന്ന സൂചനയായിരുന്നു വന്നിരുന്നത്. ഇത് ഏത് നിലയ്ക്കാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്? ഒരു ടൈം ബൈയിങ് സ്ട്രാറ്റജിയാണോ? കുറച്ചു കാലം കൂടി എന്തായാലും ഇവിടെ നിന്നേ പറ്റൂ, ഇല്ലെങ്കിൽ പാർട്ടി പിളരും എന്ന ഘട്ടത്തിൽ പുറത്തേക്ക് പോകാനുള്ള തീരുമാനം ജോസ് കെ മാണി അബോർട്ട് ചെയ്തതായിരിക്കുമോ? കേരള കോൺഗ്രസിൻ്റെ ചരിത്രം നമുക്ക് നന്നായിട്ടറിയാം. അതിൻ്റെ അധ്യക്ഷനായിരുന്ന KM മാണിയുടെ വളരെ സുവിശേഷം തന്നെ ഉണ്ടല്ലോ, വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്നു എന്ന് നമ്മളെപ്പോഴും പറയുന്നൊരു പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അത് എത്ര പ്രാവശ്യം പിളർന്നിട്ടുണ്ടെന്നോ യോജിച്ചിട്ടുണ്ടെന്നോ വീണ്ടും പിളർന്നിട്ടുണ്ടെന്നോ, ഇപ്പോൾ തന്നെ 4 ഫാക്ഷൻസ് ഉണ്ട്. ഈ 4 കൂടുതൽ ഫാക്ഷൻസ് ഉണ്ടാകാം. ഇവയെല്ലാം ഒരേ ശക്തിയിലല്ല കാണുന്നത്. പക്ഷേ എബ്രഹാം മാത്യു പറഞ്ഞതിനകത്ത് ഒരു വസ്തുതയുണ്ട്. ജോസഫ് ഗ്രൂപ്പിനേക്കാൾ സംഘടിതമാണ് മാണി ഗ്രൂപ്പ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ ജോസ് കെ മാണി തീരുമാനമെടുത്തിരിക്കുന്നത് അന്തിമമാണോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കേരള കോൺഗ്രസിനെ സ്വാധീനിക്കുന്ന പ്രത്യേകിച്ച് സാമൂഹ്യ ശക്തികൾ എന്ന് പറയുന്നതിനകത്ത് തീർച്ചയായിട്ടും ക്രൈസ്തവ സഭയുണ്ട്. അതിനകത്ത് ബിഷപ്പുമാർ പലരും തന്നെ ഇത്തവണ ഞങ്ങൾ UDF-നാണ് പിന്തുണ എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊരു ജോസ് കെ മാണി ഒരു വിഷമവൃത്തത്തിലാക്കുകയല്ലേ ചെയ്യുന്നത്. ഞാനിത് മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ പാർട്ടി UDF-ലേക്ക് വന്നില്ല എന്നുള്ളത് കൊണ്ട് ബിഷപ്പുമാർ UDF-ൽ നിന്ന് LDF-ൽ പോകാൻ പോകുന്നില്ല. അവർ UDF-നെ തന്നെ പിന്തുണയ്ക്കും. മാത്രമല്ല, ഒരു ഭരണത്തിലേക്ക് കിട്ടുന്നൊരു അവസരം നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അടുത്ത 5 കൊല്ലം പ്രതിപക്ഷത്തിരിക്കാം എന്നുള്ളതാണോ? ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. കേരള കോൺഗ്രസ്സിലെ ഏത് പാർട്ടി എടുത്താലും ഇവയൊന്നും ഒരു വലിയ ശക്തിയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ആ ചട്ടക്കൂടിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഭരണം കിട്ടുന്നത്. അതല്ലെങ്കിൽ 3% വോട്ട് കിട്ടുന്ന ഈ പാർട്ടികളൊക്കെ വലിയ ശക്തിയെയല്ല. ഞാൻ ഉപപ്രാദേശിക പാർട്ടികളായിട്ടാണ് ഇവയെ കണക്കാക്കുന്നത്. ഇവർ മൈനർ എന്ന് പറയാൻ പറ്റില്ല, സബ് മൈനർ പാർട്ടീസായി മാറി. പാർട്ടികളെ മേജർ പാർട്ടിയാണെന്നും മീഡിയം സൈസ് പാർട്ടീസാണെന്ന് പറഞ്ഞാൽ അതിന് താഴെ വരുന്ന മൈനറിനകത്തും വരുന്നില്ല, സബ് മൈനർ പാർട്ടികളാണ്. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന ബൈപോളാർ പൊളിറ്റിക്സിനകത്ത് അവർക്ക് സ്പേസ് ഉള്ളത് കൊണ്ടാണ് ഭരണത്തിൽ മാറി മാറി വരാനുള്ള അവകാശവും അവസരവും കിട്ടുന്നത്. ആ മുന്നണി ഫ്രെയിംവർക്കിനകത്ത് എവിടെ നിൽക്കണം എന്നുള്ളത് ഇത്തവണ ഒരു വിഷമവൃത്തത്തിലേക്ക് എത്തിക്കുന്നത്. കാരണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ വിധി കാണിക്കുന്ന പ്രവണത UDF-ന് അനുകൂലമാണെന്ന് പൊതുവെ എല്ലാവർക്കും അറിയാം. അപ്പോൾ UDF-ലേക്ക് വന്നാൽ അത് UDF-ന് ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിലും എനിക്ക് തർക്കമില്ല. പക്ഷേ LDF-ൽ നിന്നാൽ അത് LDF-ന് ഗുണം ചെയ്യുമോ ഇല്ലെങ്കിൽ LDF-ന് ഭരണം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല എന്നുള്ള കാര്യം ജോസ് കെ മാണിക്കും അറിയാം. അതാണ് അവിടുത്തെ പ്രശ്നം.